ഹരിച്ചേട്ടൻ കോവിഡ് സമയത്ത് ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? ഏത് പാട്ടാ? മഞ്ഞ മഞ്ഞ ബൾബുകൾ മിന്നി മിന്നി കത്തുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അത് എഴുതാനുള്ളൊരു കാരണം എന്തായിരുന്നു? കോവിഡ് സമയം എനിക്ക് തോന്നുന്നു ഒരാൾ മാത്രം അത് കമ്പോസ് ചെയ്തെന്തോ ഇട്ടിട്ടുണ്ട്. അതിന്റെ പ്രചോദനാണോ? യെസ്. അത് ആക്ച്വലി ഈ പാട്ട് കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന് പറയുന്ന എന്നെ സിനിമയിലേക്ക് കൊടുക്കുന്നത് ബി ഉണ്ണികൃഷ്ണൻ സാറാണ്. ഉണ്ണിസാറിന്റെ സിനിമയായിരുന്നു ദിലീപേട്ടുള്ളൂ. ആ സിനിമയിൽ ഗോപിചേട്ടൻ്റെ മ്യൂസിക്കിൽ. അപ്പം അങ്ങനെ ഉണ്ണിസാറ് പറഞ്ഞ ഏതെങ്കിലും ആ ഒരു പാട്ട് തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നമ്മുടെ നിലവിലുള്ള ഫോക്ക് ഏതെങ്കിലും എവിടെയെങ്കിലും ഉള്ള ഒരു പാട്ടുകളായ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശരിക്കും ഉള്ള ഒരു പാട്ടാണ് ഇതിൻ്റെ 4. ഇങ്ങനെയല്ല അത് പോകുന്നത്, എനിക്ക് മുഴുവൻ അറിയില്ല. മഞ്ഞ മഞ്ഞ ബൾബുകൾ മിന്നി മിന്നി കത്തുമ്പോൾ എന്തിനെന്റെ കൊച്ചേട്ടാ എന്നെ നോക്കണേ, മഞ്ഞളരക്കണ് വാരി വാരി തേക്കണ്, അങ്ങനെ എന്തോ ചുട്ടിട്ട് നിന്നൂടാന്നേ, വാരി വാരി തേക്കുന്നുണ്ട്. അതെ, പച്ചരിയടുപ്പത്താണ്ടേ എന്ന് പറയുന്നത്. അതെ. അപ്പൊ അങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പൊ അത് എടുത്തിട്ടാണ് അത് മഞ്ഞ 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 ബൾബുകൾ എന്നുള്ള ആ ട്യൂണിനെ എഴുതി കൊടുത്തു. മിന്നി 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 കത്തുമ്പോൾ എന്തിനെന്റെ ബാബു. അവിടെ ബാബുവേട്ടാന്ന് പറഞ്ഞ ഭീമന്റെ ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൊച്ചേട്ടാന്നുള്ള ബാബുവേട്ടാന്നാക്കി. ആ 4 പേരിൽ യൂസ് ചെയ്തിട്ട് വേറെ ഇതാണ്. ഭീമേട്ടാന്ന് എഴുതായിരുന്നില്ലേ? ഭീമേട്ടാന്ന്. ഇടയ്ക്കിടയ്ക്ക് എന്റെ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്യുന്നു പ്ലീസ്. പക്ഷെ ഇപ്പൊ വേണമെങ്കിൽ വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ അത് അല്ല, ഇവിടെയാണെങ്കിൽ ഒറ്റ കാര്യം പാടറിയുന്നവരാണ് ഈ തിരിച്ചൊന്ന് ആലോചിച്ചു. എനിക്ക് വളരെ ഈസി അല്ലേ? എന്തിനെന്റെ ശംഖു ശംഖു ശംഖു. ഞാൻ പറഞ്ഞ ഭീമൻ രഘു വന്നുകൊണ്ട് ഭീമേട്ടാന്ന് വിളിക്കായിരുന്നു. അല്ല, അതും ചാനക്കയുടെ ഒറ്റ ഇങ്ങനെ ഒരു ഇരിപ്പായിരുന്നു. ഞാൻ ഈ പച്ച സോഫയിലേക്ക് അങ്ങ് അലിഞ്ഞു.